സദഖത്തുള്ള എന്നാണ്. ഞാൻ NTC ലീഡർ ഉമർസ്താദിന്റെ മകനാണ്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ ഒരു പ്രവാസിയായിരുന്നു. ഏകദേശം 18 വയസ്സായപ്പോൾ തന്നെ ഗൾഫിലേക്ക് പോയി. 23 വയസ്സ് വരെ 5 കൊല്ലം ഗൾഫിലായിരുന്നു. 3 വർഷം മുമ്പെയാണ് ഞാൻ ഗൾഫിൽ 2 വർഷം കഴിഞ്ഞ് 3 വർഷം ലാസ്റ്റത്തെ 3 വർഷം മുമ്പെയാണ് ഉമർസ്താദ് എന്നോട് ഈ ബിസിനസ് പറയുന്ന അവസരത്തിൽ പല രീതിയിലും ഉമർസ്താദ് പല പ്രാവശ്യമായിട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരും. GTSന്റെ ലിങ്ക്, സൂമിന്റെ ലിങ്ക്, അതുപോലെ യൂട്യൂബ് ലിങ്ക് ഒക്കെ അയച്ചു തരുന്ന സമയത്ത് നേരമില്ല അല്ലെങ്കിൽ കണ്ടോളാം എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഒരാളായിരുന്നു. പിന്നെ മെല്ലെ ഉമർസ്താദിന്റെ ഉമർ സാറിന്റെ വരുമാനം മാറ്റം കണ്ടിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഏറ്റവും കടന്നു വരാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ചാല്, ഞാൻ ഏകദേശം 3 വർഷം കൊണ്ട് ഗൾഫിൽ നിന്ന് സമ്പാദിച്ചത്, നാടും വീടും കുടുംബവും എല്ലാം വിട്ടിട്ട് ഗൾഫിൽ നിന്ന് സമ്പാദിച്ചത് ഞാൻ കൂട്ടി നോക്കുന്ന സമയത്ത് ഏകദേശം 21,60,000 രൂപ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഉമർ സാർ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഞാൻ ഈ ഗൾഫിൽ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പല കഷ്ടപ്പാടും, ജോലി കിട്ടുന്നതിന് മുന്നേ തന്നെ ആ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പണം കൊടുക്കുകയും അങ്ങനെ കിട്ടിയ ഒരു ജോലിയാണ്. പക്ഷേ ഉമർ സാറ് ഒരു മുതൽ മുടക്കില്ലാതെ ഉമർ സാറ് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ഉമർ സാറ് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഏകദേശം 3 വർഷം കൊണ്ട് 40 ലക്ഷത്തിന്റെ മുകളിൽ സമ്പാദിച്ചു. അപ്പൊ ഞാൻ 3 വർഷം കൊണ്ട് സമ്പാദിച്ചതിന്റെ ഒരു ഇരട്ടി ഉമർ സാർ എന്ത് ചെയ്തു, ഇവിടുന്ന് സമ്പാദിച്ചു. അപ്പോഴാണ് ഞാൻ ചിന്തിച്ച്, ഇത് നമ്മൾ ഗൾഫിൽ നിന്ന് സമ്പാദിക്കുന്നതിന് ലാഭം അല്ലെങ്കിൽ കൂടുതൽ നേട്ടം കിട്ടുന്നത് നാട്ടിൽ നിന്നാണ് എന്നുള്ള. പിന്നെ ഇതിന്റെ പ്രോഡക്റ്റുകൾ ഒരുപാട് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഒരു മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ഫംഗസ് ബ്രെയിനിൽ തലച്ചോറിൽ കയറിയിട്ട് ഒരു 10 ദിവസം ബോധമില്ലാതെ ഗൾഫില് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു ദുബായില്. അത് കഴിഞ്ഞ് നാട്ടിൽ വരുന്ന സമയത്ത് കൈ നല്ല വിറയലുണ്ടായിരുന്നു. അതായത് ഒരു ഗ്ലാസ് പോലും പിടിക്കാൻ പറ്റില്ലായിരുന്നു, നല്ല വിറയലായിരുന്നു. അങ്ങനെ ആ വിറയലിന് നമ്മുടെ 95 അതുപോലെ മാൻശക്തിമാന് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കഴിച്ച് നല്ല റിസൾട്ട്, ആ സംഭവമേ ഇല്ലായിരുന്നു. അതായത് നമുക്ക് ശരീരം ഇംഗ്ലീഷിൽ പല മെഡിസിൻസും കയറിയിട്ട് ശരീരം ആകെ ക്ഷയിച്ചു പോയിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് ഏകദേശം 6 മാസത്തിന്റെ അടുത്ത് ലീവ് പറഞ്ഞിട്ടാണ് ഗൾഫിൽ നിന്ന് പോരുന്നതെങ്കിലും 1 മാസം 10 ദിവസം കൊണ്ട് ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ അന്ന് പോയിട്ടുണ്ട്. കാരണം അതിനൊക്കെ കാരണം നമ്മുടെ പ്രോഡക്റ്റുകളാണ്. പിന്നെ അച്ചീവ്മെന്റ് എന്ന് പറയാൻ, ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 1 ലക്ഷത്തിന്റെ മുകളിൽ ശമ്പളവും വിത്ത് ഫാമിലി വിസയും തരാൻ ഓഫറുള്ള ആ സമയത്താണ് ഞാൻ ഈ ജോലി ഒഴിവാക്കിയിട്ട്, ഗൾഫിലെ ജോലി ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ 1 ലക്ഷത്തിന്റെ അടുത്ത് ശമ്പളം ഉള്ള സമയത്താണ് ഞാൻ ജോലി ഒഴിവാക്കുന്നത്. ആ ജോലി ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ മക്കളെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്തിനാ ജോലിക്ക് പറഞ്ഞേക്കാനല്ലേ. ആ ജോലി ഒഴിവാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് തുടക്കത്തിൽ വലിയ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം 450, 1000, 1500, 2000 ഇങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വരുമാനങ്ങളെ തുടക്കത്തിൽ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാനിപ്പോ ഒരു പുതിയൊരു ബുള്ളറ്റ് ഏകദേശം 8 മാസമായിട്ടുണ്ട്. 5 മാസം കൊണ്ട് TC എന്ന് പറഞ്ഞ റാങ്കിലായിട്ടുണ്ട്. 8 മാസമായിട്ടുണ്ട്. 8 മാസത്തിനുള്ളിൽ പുതിയൊരു ബുള്ളറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആ ബുള്ളറ്റിന്റെ അടവ് അടയ്ക്കുക എന്നുള്ളതാണ്, ഈ മൈലൈഫിലൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് അടവ് അടയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് എടുത്ത വണ്ടിയൊന്നല്ല, അത് അടവിന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ അടവ് അടയ്ക്കുക എന്നുള്ളതാണ് ഇതിനുള്ളത്. പിന്നെ നമ്മളൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിച്ചിട്ട് ഇനിയുള്ള കാലത്ത് ജോലി എന്നുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പൊ വന്നൊരു ഒരു AI എന്ന് പറഞ്ഞ സംവിധാനം വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ AI ബാധിക്കുന്നത് ലേഡീസിനെയാണ്. കാരണം കോൾ സെന്ററുകള് ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഈ ഐഡിയ, വോഡഫോൺ ഇങ്ങനത്തെ പണ്ടൊക്കെ കോൾ സെന്ററിലേക്ക് വിളിച്ചാൽ ലേഡീസ് ആയിരുന്നു കോൾ എടുക്കല്. ഇപ്പൊ അത് മാറിയിട്ട് AI അല്ലെങ്കിൽ റോബോട്ട് ആയിട്ടുണ്ട്, ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ കുറെ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ലേഡീസിന് 40% ജെൻസ് ആണുങ്ങളെയും 70% ഇത് ലേഡീസിനെയാണ് ബാധിച്ചിട്ടുള്ളത്. കാരണം അത്രക്കും ലേഡീസിന് ഇനി വരാൻ പോകുന്ന പല ജോലികളും കുറഞ്ഞു വരികയാണ്. ഇപ്പൊ ഇന്നലെ അതായത് നമ്മൾ വീടുകളിലൊക്കെ ഈ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട്, അവർക്ക് പോലും ഈ റോബോട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ വീടുകളിൽ ഇപ്പോ നിലം തുടക്കാനും അടിച്ചു വാരാനൊന്നും ഇപ്പൊ പെണ്ണുങ്ങൾ ആവശ്യമില്ല.
ഇപ്പൊ നിലം തുടക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും. അവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഓരോ എല്ലാ മുക്കും മൂലയും തുടച്ച് വൃത്തിയാക്കി അത് തന്നെ അവിടെ വന്നിരുന്നോളും. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടോ ഒരു റൗണ്ടുള്ള മെഷീൻ. അപ്പൊ അതൊക്കെ വന്ന സ്ഥിതിക്ക് കുറെ ആളുകൾക്ക് വീട്ടുജോലിക്ക് പോകുന്ന ആളുകൾക്ക് എന്താണ് ജോലി കുറവാണ്. അല്ലാതെ ഏകദേശം ഇതുവരെ ആഗോള തരത്തിൽ നോക്കുകയാണെങ്കിൽ 14% ആളുകളുടെ ജോലിയുടെ സാധ്യത കുറഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 37 കോടി ജനങ്ങളുടെ ജോലിയെ ഈ AI അല്ലെങ്കിൽ റോബോട്ട് ബാധിച്ചിട്ടുണ്ട്. ഇനി 2025 2026 കൂടി ഏകദേശം 7 കോടി ജനങ്ങളുടെ ജോലി കൂടെ പോവാൻ സാധ്യത ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ജോലിയുടെ സാധ്യത വളരെ കുറഞ്ഞു. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരു കൊല്ലം 5 ലക്ഷത്തിന്റെ മുകളിൽ ആളുകളാണ് SLC പാസ്സായിട്ട് വരുന്നത്. നമ്മുടെ ഗവൺമെന്റിന് ആ ജോലി കൊടുക്കാനുള്ള അത്ര കപ്പാസിറ്റി ഒന്നുമില്ല. പിന്നെ പല ആളുകളും എന്താ ചെയ്യുന്നത്, ഗൾഫിലേക്ക് പോവാണ്. കാരണം നമ്മുടെ നാട്ടിൽ വലിയ ജോലി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ ഗൾഫിലേക്ക് പോകുന്നത്. അപ്പൊ ഇതാണ് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ അവസ്ഥ. ജോലിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ജോലി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കീഴിൽ പണിയെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ എന്താ പറയാ ആരോഗ്യം, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി അടിയറവ് പറയാന്നുള്ളതാ. നമുക്ക് നല്ല കഴിവുണ്ടാവും, നല്ല എന്താ പറയാ നല്ല ക്വാളിറ്റി ഉള്ള ആളായിരിക്കും, നമ്മള് എല്ലാ രീതിയിലും നല്ല കഴിവുള്ള ആളായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അധ്വാനിക്കുന്നത്. അതുകൊണ്ട് എന്താ നേട്ടം, നമുക്ക് മാസ വരുമാനം മാത്രം. പക്ഷെ നമ്മള് ആർക്ക് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അവർ ഓൾറെഡി നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുകയാണ്. നമ്മളെ വെച്ചിട്ടാണ് അവർ വരുമാനം ഉണ്ടാക്കുന്നത്. നമ്മളെ കഴിവ് ഒരാൾ പോലും നമ്മുടെ കഴിവ് നമ്മളതായ രീതിയിൽ ഒരു ബിസിനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്ത് തരാൻ ആരും ശ്രമിക്കുന്നില്ല. അതിനൊരു കാരണം എന്താണ്, എല്ലാവരും മനസ്സിലാക്കിയ ബിസിനസ് എന്താ പറയുക, ബിസിനസ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്തിട്ട് തുടങ്ങണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയാണ്. എല്ലാവരും ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചിട്ട് സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകളും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഇന്നലെ കിട്ടിയൊരു കോട്ടാണ്, അതായത് എന്താണ് ശരിയായ ആരോഗ്യം. നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അവൻ നല്ല ആരോഗ്യവാനാണ്. ശരിക്കും ശരിയായ ആരോഗ്യം എന്ന് പറഞ്ഞാല് മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ഒരാൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ അവന് ആരോഗ്യവാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. വെറും ശരീരം കൊണ്ട് പുഷ്ടിപ്പിച്ച് അല്ലെ ശരീരം നല്ലൊരു ബോഡി ആയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഹെൽത്ത് അസുഖങ്ങളില്ലാത്ത എന്ന് മാത്രമല്ല, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ആത്മീയപരമായിട്ടും ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ആരോഗ്യവാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബിസിനസ് എന്നുള്ളത് ഇനി കാലഘട്ടത്തിന്റെ ബിസിനസ്സാണ്. ഇപ്പോ ഇനി വരാൻ പോകുന്ന യൂത്ത് ആണ് ഇത് ഏറ്റെടുക്കാൻ പോവുക. ഇപ്പോ ഉള്ള ആളുകൾ, പല ആളുകളും യൂത്ത്, അതായത് മനസ്സുകൊണ്ട് യൂത്ത് ആണെങ്കിലും വയസ്സുകൊണ്ട് പിന്നെ യങ് അല്ലെങ്കിലും കൂടിയിട്ട് പല ആളുകളും മനസ്സുകൊണ്ട് യൂത്താണ്. അങ്ങനത്തെ യൂത്താണ് ഇത് ഏറ്റെടുക്കാൻ പോവാ. ഈ യൂത്തിന്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ യൂത്ത് അഥവാ എന്താ പറയാ ചെറുപ്രായക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഒരു 50 വയസ്സ് ഒരു 60 വയസ്സുള്ള ഒരാളാണ് ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ബിസിനസ്സിൽ ചിലപ്പോൾ ഒരു 5 കൊല്ലം കൊണ്ട്, ഒരു 50 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഒരു 5 കൊല്ലം കൊണ്ട് അല്ലെ ഒരു 10 കൊല്ലം കൊണ്ട് നേട്ടം ഉണ്ടാക്കിയാൽ ഒരു 60 വയസ്സാകുമ്പോഴേക്ക് നല്ല വരുമാനങ്ങളും നല്ല അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അവിടുന്ന് അങ്ങോട്ട് ഒരു 10 20 വർഷം മാത്രമേ അവർക്ക് ജീവിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. അത് ഒരു എന്താ പറയാ ശരാശരി കണക്ക് പ്രകാരം. എന്നാൽ ഒരു 20 വയസ്സായ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു യൂത്താണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 30 വയസ്സാകുമ്പോഴേക്ക് നല്ല രീതിയിലുള്ള വരുമാനവും നല്ല വീടും നല്ല അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും. അതാണ് ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത. ചെറുപ്പക്കാരായ ആളുകൾക്ക് ഏറ്റവും നല്ലൊരു എന്താ പറയാ ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാർ മീൻസ് 10-30 വയസ്സായ ആളുകൾക്കൊക്കെ നല്ലൊരു ബിസിനസ്സാണ്. അതുപോലെ പ്രോഗ്രാം ഓറിയന്റഡ് ബിസിനസ്സാണ്. കാരണം ഇതില് ശരിക്കും പല ആളുകൾക്കും രാവിലെ സൂമിൽ എണീക്കാൻ മടിയാണ്. എന്തിനാണ് ഈ സൂമിൽ എണീപ്പിക്കുന്നത്? രാവിലെ തന്നെ നല്ല എന്താ പറയാ ക്ലാസ്സുകളും ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിലും നല്ല ക്ലാസ്സുകൾ വരുന്ന ദിവസങ്ങളുണ്ട്. അങ്ങനത്തെ ക്ലാസ്സുകളിൽ പങ്കെടുത്ത് നല്ല അറിവുകൾ നേടി നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാനുള്ള ഓരോ അറിവുകളാണ് സൂം. അതുപോലെ GTS, RTP ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ, കഴിയുന്ന പ്രോഗ്രാമുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാന്നുള്ള. അതുപോലെ നമുക്കൊരു ഡ്രീം വേണം. ഇല്ലാതെ നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ എന്താ പറയാ ജീവിച്ചു പോവുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നുള്ളതല്ല. ഇപ്പൊ ഇന്നലെ ഞാൻ വീട്ടിൽ പോയ സമയത്ത് 10ാം ക്ലാസ്സിലും ഫുൾ A+ ആണ്, +2ലും ഒരു ലേഡിയാണ്, അവർക്കും ഫുൾ A+ ആണ്.
10ലും +2ലും ഫുൾ A+. ഞാൻ ചോദിച്ചു നെക്സ്റ്റ് എന്താ പ്ലാൻ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അതായത് +2ലും ഫുൾ A+ ഉള്ള സാധാരണ അങ്ങനത്തെ എന്താ പറയാ ഒരു പിന്നെ ചെറുപ്പത്തിൽ നമുക്കൊക്കെ ഡ്രീം ഉണ്ടാവും. ഇങ്ങനെ ചെറുപ്പത്തില് ഇപ്പൊ മാഷന്മാര് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താ ഡ്രീം? എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് പൈലറ്റ് ആവണം, എനിക്ക് അതാവണം ഇതാവണം എന്നൊക്കെ ഡ്രീം ഉണ്ടാവും. പിന്നെ ഡ്രീം കുറഞ്ഞു വരുന്നത് കാരണം എന്താണ്? പലരുടെയും സാമ്പത്തിക പ്രശ്നവും അല്ലെങ്കിൽ എന്താ പറയാ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് ഡ്രീം അഥവാ നമ്മളെ ഈ പിന്നെ സ്വപ്നങ്ങൾ കുറഞ്ഞുകൊണ്ട് വരുന്നത്. സ്വപ്നം കണ്ടവർ മാത്രമേ ഇന്ന് ലോകത്ത് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ സൂം ഉണ്ടാക്കിയ അല്ലെങ്കിൽ സൂം എന്ന് പറഞ്ഞ ഈ ഒരു സിസ്റ്റം കണ്ടുപിടിച്ച ആ ആളുടെ ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനത്തെ ഒരു സിസ്റ്റം. അതുപോലെ പലതും ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അങ്ങനത്തെ ഒരു സംഭവമില്ല. പക്ഷേ ഈ കമ്പ്യൂട്ടർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു. വാഹനം, കാറ്. ഇപ്പൊ കാറ് എന്നുള്ളത് പണ്ട് എന്താ പറയാ നമ്മുടെ നാടുകളിലൂടെ പിന്നെ ഓടിച്ചു പോകാൻ പറ്റാത്ത അവസരങ്ങളിൽ കാർ എന്നൊരു സംവിധാനം അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടുപിടിച്ച ആ സ്വപ്നം ഉള്ള ഒരാളുടെ സ്വപ്നമായിരുന്നു കാറ്, വാഹനം. ആ വാഹനം ഒരാളുടെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം നേടിയപ്പോഴാണ് അത് പിന്നെ എന്താ പറയാ അദ്ദേഹം ഈ ജീവിതത്തിൽ വിജയിച്ചെങ്കിൽ ഇതെല്ലാം എന്ത് സംഗതി നോക്കുകയാണെങ്കിലും ഒരാളുടെ സ്വപ്നമായിരുന്നു അത്. അങ്ങനെ സ്വപ്നം നമുക്കും വേണം. നമ്മുടെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാലത്ത് നമ്മൾ നല്ല സ്വപ്നത്തോടു കൂടി അല്ലെങ്കിൽ സ്വപ്നം കാണണം. ഇത് പിന്നെ എന്താ പറയാ നമ്മളെ കലാം സാറുടെ ഒരു കോട്ട് ഉണ്ടല്ലോ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ നമുക്ക് വേണം. അതുപോലെ ഗോൾസ് സ്വപ്നം പോലെ തന്നെയാണ്. നമുക്ക് ഓരോ ടാർഗറ്റ് വേണം. ഇത്ര മാസത്തിനുള്ളിൽ നമ്മൾ ഇന്ന റാങ്ക് ആവണം, അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ നമ്മൾ വീട് വെക്കണം, അല്ലെങ്കിൽ കാറ് വാങ്ങണം. ഇങ്ങനെ ഒരു ഗോൾസ് നമുക്ക് ഉണ്ടാവണം എന്ന് മാത്രമല്ല, അത് നമ്മൾ എഴുതി വെച്ച് നമ്മളത് ഇങ്ങനെ സ്ഥിരം എന്താ പറയാ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഉപബോധ മനസ്സിലേക്ക് അതിങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കണം. നമ്മൾ അതിങ്ങനെ കണ്ടോണ്ടേയിരിക്കണം. ഇന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കാറ് വാങ്ങണം. ഇങ്ങനെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ നേട്ടങ്ങൾ ഉണ്ടാവുക. പണ്ട് കാലത്ത് ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ ജയിച്ചു പോകുന്നുണ്ടാവും. ഇപ്പോ ഗൾഫിലാണെങ്കിലും അല്ല നാട്ടിലാണെങ്കിലും ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടാവും. അന്ന് നമുക്ക് സ്വപ്നങ്ങളും ഇല്ല, ഒന്നുമില്ല. കാരണം എന്താ, വൈകുന്നേരം ആകുമ്പോ 1000 രൂപ ശമ്പളം കിട്ടും. ആ രൂപ കൊണ്ട് അല്ല 1000 രൂപ വരുമാനം കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനവും വാങ്ങും. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ പറയാ നമ്മള് ചെലവിന് മാറ്റി വെക്കുന്ന ഒരു സിസ്റ്റം എന്തില്ല, സ്വപ്നങ്ങളിലേക്ക് ചിന്തിക്കുന്ന ഒരു സിസ്റ്റം ഇല്ല എന്നുള്ള. പിന്നെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഇപ്പൊ ഏത് ബിസിനസ് ആണെങ്കിലും അത് കാലോചിതമാവണം എന്നാ, ടൈംലി ആവണം. ഏത് ബിസിനസ് ആണെങ്കിലും നമ്മൾ ഇനിയിപ്പോ ജോലി ചെയ്തിട്ട് ഒരാളും വിജയിച്ചിട്ടില്ല. അങ്ങനെ വിജയിച്ച ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു അടുക്കള പണിക്കാർ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളോ, അല്ലെ ഒരു മെയിൻ കടയിൽ വർക്ക് ചെയ്യുന്ന ആളോ, അല്ലെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളോ ഒരാളും എന്ത് ചെയ്തിട്ടില്ല ജീവിതത്തിൽ വിജയിക്കാന്ന് പറഞ്ഞിട്ടില്ല. വിജയിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൽ വിജയിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ഹെൽത്തി, ശരീരം കൊണ്ട് ശാരീരികമായിട്ട് വിജയിക്കണം, അതായത് ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഇല്ലാതിരിക്കണം. മറ്റൊന്ന് സാമ്പത്തികമായിട്ട് വിജയിക്കണം, അതായത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ. ജോലി ചെയ്തതുകൊണ്ട് ഒരാൾക്കും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. പക്ഷേ ബിസിനസ് ചെയ്തവർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അപ്പൊ ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ടൈംലി ആവണം, കാലോചിതമാവണം. അപ്പൊ നമ്മള് എന്താ പറയാ ഈ കാലഘട്ടത്തിന്റെ ഒരു ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇന്ന് പലരും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇതിന്റെ പല ആളുകളും ഇതിനെ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇങ്ങനത്തെ ഒരു ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചിട്ട് പല ആളുകളും അറിഞ്ഞിട്ട് പോലും ഇല്ല. എന്നാൽ ഏകദേശം 2030 ആവുമ്പോഴേക്ക് എന്ത് ചെയ്യും, ഏകദേശം ആളുകളും ഒന്നുമില്ലെങ്കിൽ ഒരു കൺസ്യൂമർ ആയിട്ടെങ്കിലും, ഇന്നലെ ഉമർ സാർ വിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അതായത് 2030 ആവുമ്പോഴേക്ക് ഒരു കസ്റ്റമർ ആയിട്ടെങ്കിലും പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ആളായിട്ടെങ്കിലും ഇന്ന് ഏകദേശം കേരളത്തിലുള്ള ആളുകളൊക്കെ മാറുന്നുള്ള, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ആളായിട്ട് മാറുന്നുള്ള. പറഞ്ഞു വന്നാൽ ദിസ് ഈസ് എ റൈറ്റ് ടൈം, ഇതാണ് കറക്റ്റ് സമയം, ഇപ്പോഴാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് എന്നുള്ള. അപ്പോ നമ്മൾ ഉദാഹരണത്തിന് ഈ കമ്പനി ഒരു ഡയറക്ട് സെല്ലിംഗിൽ ഇപ്പൊ നമുക്കൊക്കെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് ഉണ്ട്. അപ്പോ കറക്റ്റ് ഒരു കമ്പനിയിൽ, ഒരു വലിയ കമ്പനിയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളും മുടക്കണം. നമുക്കിപ്പോ ഫ്രീ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരു കമ്പനിയുടെ ഒരു പാർട്ട്ണർ ആവണമെന്നുണ്ടെങ്കിൽ എത്ര കോടികൾ മുടക്കണം, അല്ലെ എത്ര ലക്ഷങ്ങൾ മുടക്കണം. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ പല ആളുകളും നെറ്റിച്ചൊലിക്കും. പല ആളുകൾക്കും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്, ഇതെന്താ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറയുമ്പോൾ, മാർക്കറ്റിംഗ് സാധാരണക്കാരുടെ ഭാഷയിൽ എന്താ പറയാ, ആളെ പിടിക്കുക. ഇത് ആളെ പിടിക്കുന്ന പരിപാടിയല്ലേ, ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ? ഏത് മേഖലയിലാണ് ആളെ പിടിക്കാത്ത, ആളെ ചേർക്കാത്ത പരിപാടിയല്ലേ?
ഏത് മേഖല ആയിക്കോട്ടെ, ഒരു ഹോട്ടലിൽ ആളുകൾ വരാതെ അവിടെ കച്ചവടം നടക്കില്ല. അവിടെ ഭക്ഷണം, അവിടെ ചെലവ് നടക്കണമെങ്കിൽ, അല്ലെ അവിടെ വരുമാനം കിട്ടണമെങ്കിൽ ആള് വേണം. ആളെ വേണ്ടാത്ത ഒരു ബിസിനസ്സും ഇല്ല. ഉപഭോക്താക്കൾ നിർബന്ധമാണ് എല്ലാ ബിസിനസ്സിനും. അപ്പൊ നമ്മുടെ ബിസിനസ് എന്താണ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്? ഞാൻ ചെറിയൊരു രൂപത്തിൽ പറഞ്ഞുതരാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് നമ്മളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ സാധാരണ എത്തുന്നത് അത് ഹോൾസെയിലർ, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ കുറെ ആളുകൾ കൈമാറിയാണ് എത്തുന്നത്. ഒരു ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് ഒരിക്കലും കടക്കാരൻ പോലും ഫാക്ടറി പോയിട്ട് എടുക്കുന്നില്ല. ഇത് കൈമാറി എത്തുമ്പോഴേക്ക് കടക്കാരന് കിട്ടിയ വിലക്കല്ല നമുക്ക് തരുന്നത്, ഹോൾസെയിലർക്ക് കിട്ടിയ വിലക്കല്ല കടക്കാരന് കൊടുക്കണേ. ഇങ്ങനെ പല ആളുകളും എന്താ പറയാ, ഒരു ചെറിയ നിശ്ചിത എമൗണ്ട് എടുത്തിട്ടാണ് ലാസ്റ്റ് നമ്മളിലേക്ക് എത്തുന്നത്. ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും, ഇതിൽ പരസ്യക്കാരുണ്ട്, ആ പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും പോകുന്ന പണം നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ എന്താ പറയാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഈ പണം ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന പണം നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച പാഠം ഒന്ന് മാറ്റണം. അതായത് നമ്മൾ പഠിച്ച പാഠം എന്താ? കച്ചവടം അല്ലെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും മുടക്കണം, അല്ലെങ്കിൽ പിന്നെ ആ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ചിന്തിച്ചത്. കാരണം നമ്മൾ പണ്ട് മുതലേ കേട്ടുവന്ന അതാണ്. അപ്പൊ നമ്മൾ പഠിച്ച പാഠം നമ്മൾ മാറ്റിയാൽ മാത്രമേ മൈ ലൈഫ് സ്റ്റൈൽ എന്നൊരു പാഠം നമുക്ക് ഓടുള്ളൂ. ആ പണ്ട് SI കിണറ്റിൽ വീണ ഒരു കഥ ഉണ്ട്. അതായത് ഒരു SI കിണറ്റിൽ വീണ സമയത്ത് രക്ഷിക്കാൻ വേണ്ടി താഴെയുള്ള പോലീസുകാരൊക്കെ വന്ന്, അപ്പൊ പോലീസുകാർ കയറ് കൊടുത്ത് വലിച്ച് മേലോട്ട് എത്തിയ സമയത്ത് മേലുദ്യോഗസ്ഥനെ കണ്ടാൽ സെല്യൂട്ട് അടിക്കണമല്ലോ. അപ്പൊ സർ സെല്യൂട്ട് അടിച്ച സമയത്ത് SI താഴോട്ട് വീണു. അത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്തു? ഇവര് വലിച്ച സമയത്ത് മേലെത്തുമ്പോ താഴെയുള്ള ആളുകൾ സെല്യൂട്ട് അടിക്കും. അപ്പൊ വീണ്ടും SI താഴോട്ട് വീണു. അപ്പൊ നാട്ടുകാർ വിചാരിച്ചു ഇത് നടക്കൂല, കാരണം SI താഴോട്ട് വീണാൽ നടക്കൂലല്ലോ. അപ്പൊ കീഴുദ്യോഗസ്ഥന്മാരാണ് ആര്? ഇത് വലിക്കുന്ന ആളുകൾ. അപ്പൊ SI എന്ത് ചെയ്തു? ഇത് മേലുള്ള ആളുകളെ DGP അങ്ങനത്തെ ആളുകളെ കൊണ്ടുവന്നു. അപ്പൊ അവര് വലിച്ച് മേലെത്തിയ സമയത്ത് SI ആണല്ലോ താഴെ. അപ്പൊ DGPനെ കണ്ടപ്പോ എന്ത് ചെയ്തു? SI സെല്യൂട്ട് അടിച്ചു. അപ്പൊ SI വീണ്ടും താഴെ വീണു. അപ്പോ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ഇത് പണ്ട് മുതലേ പഠിച്ചു വെച്ചൊരു പാഠാണ്. ആ പാഠം നമ്മൾ മാറ്റണം. നമ്മളെ സമയമാണ്, നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ അറിവാണ്, നമ്മുടെ ചിന്തയാണ്. ഇത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഒന്നിറക്കുക. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് ജീവിക്കാതെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. അങ്ങനെയുള്ള ഒരു ഡയറക്ട് സെല്ലിംഗ് ആണ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏകദേശം പണമാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രശ്നം ഉണ്ടാവാനും കാരണം പണമാണ് നമ്മളെ ഏറ്റവും പ്രധാനം. ഇപ്പൊ എന്ത് വിഷമമുണ്ടെങ്കിലും പണമുള്ള വീട്ടിൽ മിക്കവാറും 99% സന്തോഷമായിരിക്കും. പണം ആവശ്യത്തിനനുസരിച്ച് അല്ലെ ആഗ്രഹത്തിനനുസരിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പണമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പണം ഇല്ലാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ടാവും. നേരെ മറിച്ച് നിസ്കാരത്തില്, ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചോളം നിസ്കാരത്തില് ഫാത്തിഹോദിയിൽ ഏതെങ്കിലും ഒരു വരി പിഴച്ചതിന്റെ അല്ലെങ്കിൽ തെറ്റിപ്പോയതിന്റെ കാരണത്താല് ദിവസങ്ങളും മാസങ്ങളും ഉറങ്ങാതിരുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഒരു വരി തെറ്റിപ്പോയി അതിന്റെ പേരിൽ ഉറങ്ങാത്ത ഒരാളും ഉണ്ടാവില്ല. അതുപോലെ അമ്പലത്തിൽ പോയിട്ട് ഒരു എന്താ പറയാ സഹസ്രനാമത്തില് എന്തെങ്കിലും ഒരു ശ്ലോകം തെറ്റിപ്പോയാല് മാസങ്ങളായിട്ട് ഭക്ഷണ പാനീയങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാളും ഉണ്ടാവില്ല. കാരണം എന്താ? പക്ഷെ മകളെ കെട്ടിക്കാനായി പൈസ ഇല്ല, അല്ലെങ്കിൽ വീട് പണി നടക്കാണ്, പൈസ ഇല്ല, ഉറക്കം വരുന്നില്ല, ഇങ്ങനെ പല ആളുകളും ഉണ്ടാവും അല്ലെ. പണം ഇല്ലാത്തതിന്റെ പേരിൽ പല ആളുകളും ടെൻഷനും സങ്കടവും അടിച്ചിട്ട് ജീവിക്കുന്ന പല ആളുകളും, ഉറക്കില്ലാത്ത പല ആളുകളും ഉണ്ടാവും. ആ അവസരത്തിലാണ് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി, അതായത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റാ. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. സീറോ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി ചെറിയ മുതൽ മുടക്കില് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ഫുൾ ടൈം ആയി ബിസിനസ് ഏറ്റെടുത്ത് ഒരു എന്താ പറയാ കരിയർ തന്നെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബിസിനസ് ആണ് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. കുറെ ഗുണങ്ങളുണ്ട്. പണം മാത്രമല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഉദാഹരണത്തിന് 8 മാസമായി എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ, ഇത് നല്ല സംസാരം എന്നല്ല, കുറച്ച് ആളുകളുടെ മുന്നിൽ 344 ആളുകളുണ്ട്. ഇത്രയും ആളുകളുടെ മുന്നിൽ സംസാരിക്കാൻ ഒരു കഴിവ് തന്നത് MI ലൈഫ് സ്റ്റൈലാണ്. കാരണം പണ്ട് ഞാൻ നല്ല പ്രസംഗിക്കുമായിരുന്നു.
അതായത് ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ആ വയസ്സ് മുതൽ ഒരു 10-ാം ക്ലാസ് വരെ മദ്രസിലൊക്കെ നല്ല പ്രസംഗിക്കായിരുന്നു. അതെങ്ങനെയാണ്? നമ്മൾ നോക്കി വെച്ച് പഠിച്ചു വെച്ച കാര്യങ്ങൾ ഓൾറെഡി കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവും. നബിദിനാവുന്ന സമയത്തൊക്കെ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവും. ഈ പഠിച്ച സംഗതികളാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അങ്ങനെ ഏകദേശം 7-ാം ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് കിട്ടിയ സമയത്ത് അതിന് മേലോട്ട് പോകും. അതായത് റേഞ്ച് തലത്തിൽ മത്സരിക്കാൻ പോയ സമയത്ത് അവിടുന്ന് എനിക്ക് കിട്ടിയ, അതായത് 5 മിനിറ്റ് മുന്നെയാണ് വിഷയം തരിക. ആ വിഷയത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. അപ്പൊ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി വിഷയം തന്ന സമയത്ത് എനിക്ക് കിട്ടിയ വിഷയം തീവ്രവാദവും മുസ്ലിങ്ങളും എന്നാ. അതായത് 7-ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ്. അന്ന് എന്താണ് തീവ്രവാദം എന്ന് പോലും അറിയാത്ത സമയത്താണ് ഈ വിഷയം കിട്ടിയിട്ടുള്ളത്. അന്ന് ഞാൻ അവിടെ പോയി പറഞ്ഞു, തീവ്രവാദം എന്നാൽ തീവ്രവാദമാണ്, മുസ്ലിങ്ങൾ എന്നാൽ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചു പോകുന്നു. കാരണം അന്ന് നിർത്തിയതാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സിസ്റ്റം അല്ല പ്രസംഗം പറയുന്ന സിസ്റ്റം എന്നുള്ള അന്ന് ഒഴിവാക്കിയ. പക്ഷെ ഉപ്പയുടെ മനസ്സിലുണ്ടായിരുന്നു എന്റെ മോനെ ഒരു പ്രാസംഗികനാക്കണം, അല്ലെങ്കിൽ എന്റെ മോനെ ഒരു കുറച്ച് ആളുകളുടെ ലീഡർ ആക്കണം എന്നുള്ളൊരു മനസ്സിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതിനായിരുന്നു പണ്ടൊക്കെ എന്നെ പ്രസംഗം പഠിപ്പിച്ച്. പക്ഷെ ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു വന്നു. MI ലൈഫ് സ്റ്റൈലിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ആരായിക്കോട്ടെ, തുടക്കത്തിലുള്ള ഒരാള് മാത്രമല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ സംസാരം മാത്രമല്ല, നമ്മുടെ ഡ്രസ് കോഡ്, നമ്മള് മൈ ലൈഫ് സ്റ്റൈലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡ്രസ് കോഡിൽ മാറ്റം ഉണ്ടാവും. നമ്മൾ നല്ല വൃത്തിയിലും അച്ചടക്കത്തിലും ഒതുക്കത്തിലും ജീവിക്കാൻ പറ്റും. സംസാരം എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. കാരണം എന്താ, നമ്മളൊരു MI ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളാണ്. അത് ചെയ്താൽ കുറെ നേട്ടങ്ങളുണ്ട്. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ഫ്രീഡം ഇതൊക്കെ കിട്ടും. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും. കാരണം എന്താ, നമുക്ക് നല്ല പ്രോഡക്റ്റുകളുണ്ട്. വെൽത്ത്, പണം ഉണ്ടാക്കാൻ പറ്റും. ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ പറ്റും. ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാവും. കാരണം എന്താ, പണം ഉണ്ടെങ്കിൽ ഏകദേശം വീടുകളിലും എല്ലാം സന്തോഷമായിരിക്കും. ഫ്രീഡം ഉണ്ടാവും. കാരണം നമുക്ക് ടൈം ഫ്രീഡം കിട്ടും. ഇപ്പം നമുക്ക് ടൈം ഫ്രീഡം കുറവായിരിക്കും. കാരണം എന്താ, ഈ ബിസിനസ് ഒന്ന് ഡെവലപ്പായി വരുന്നവരെ. പക്ഷെ ബിസിനസ് ഡെവലപ്പായി നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ആളുകൾക്കാണ് പിന്നെ ടൈം ഫ്രീഡം ഉണ്ടാവും. ഇത് കുറച്ച് റിസ്ക് ഉണ്ട് എന്നുള്ള. പിന്നെ മതസൗഹാർദ്ദം. ഇപ്പൊ ഈ ബിസിനസ്സിൽ തന്നെ പല ആളുകൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഉമർ സാറേയും ബിജു സാറേയും എടുത്തു നോക്കുക. രണ്ട് മതാണ്. ഈ ഉമർ സാർക്ക് എന്തെങ്കിലും ഒരു മുള്ള തറക്കുന്നത് പോലും ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല, ബിജു സാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എന്താ, ഉമർ സാറ് ഒന്ന് തളർന്നു പോയാൽ ഉമർ സാറ് ആ ഒരു തളർച്ച, അല്ലെങ്കിൽ ഉമർ സാറിന്റെ ഒരു മോശം അവസ്ഥ ആർക്കും ബിജു സാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെ ബെല്ലൻ സാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. എന്നാലോ ബെല്ലൻ സാർക്കും ബിജു സാർക്കും എന്തെങ്കിലും ഒരു സംഭവിക്കുന്ന ഉമർ സാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. കാരണം എന്താ, ഇവിടെ മതസൗഹാർദ്ദം ഉണ്ട്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ സംസാരത്തിലൂടെ മാത്രം വേണ്ടതല്ല, അത് നമ്മുടെ മനസ്സിലുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. അതും ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ നല്ലൊരു ബിസിനസ് അല്ലെങ്കിൽ നല്ലൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്ക് ഇന്ന് ഈ കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഈ ബിസിനസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നഷ്ടമില്ല. ഇവിടെ നമ്മൾ ലക്ഷങ്ങളോ കോടികളോ മുടക്കിയിട്ട് വലിയ വലിയ ഷോപ്പിംഗ് മാളോ അല്ലെങ്കിൽ വലിയ കടകളോ അല്ലെ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ തുടങ്ങുന്നില്ല. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ നഷ്ടമില്ല. മാത്രമല്ല ഇവിടെ ടൈം ലിമിറ്റ് ഇല്ല, ഇവിടെ ടാർജറ്റ് ഇല്ല, ബോസ് ഇല്ല. ടൈം ലിമിറ്റ് ഇല്ല പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്ന സമയത്ത് ചെയ്യണം, രാവിലെ 8 മണിക്ക് കറക്റ്റ് ആയിട്ട് ഡ്യൂട്ടിയിൽ പോയി പഞ്ച് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. പക്ഷെ അത് ഒരു നെഗറ്റീവാണ്. കാരണം പല ആളുകളും ഈ ടൈം ലിമിറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ പല ആളുകളും എന്താ ചെയ്യുന്നത്, മര്യാദക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ജോലി പോലെ അല്ലെ, ജോലിക്ക് എങ്ങനെയാണോ നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ ഇറങ്ങണം എന്നുള്ള. അതുപോലെ ടാർജറ്റ് ഇല്ല. ഇവിടെ നമ്മൾ ഇത്ര മാസം കൊണ്ട് ഇത്ര ലക്ഷങ്ങൾക്ക് ബിസിനസ് ചെയ്യണം എന്ന് ഒരു ടാർജറ്റും ഇവിടെ ഇല്ല. നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് 1 ലക്ഷമാണ് ഈ മാസം വേണ്ടത്. ആ 1 ലക്ഷത്തിന്റെ ബിസിനസ് വോളിയം മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ബോസ് ഇല്ല. ഇവിടെ നമ്മുടെ കഴിവ് പ്രചോദിപ്പിച്ച് അല്ലെ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ ബിസിനസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. ഇവിടെ നമ്മുടെ കഴിവുകൊണ്ട് മറ്റുള്ളവർക്കല്ല നേട്ടം കിട്ടുന്നത്, നമ്മുടെ കഴിവുകൊണ്ട് നമുക്കാണ് നേട്ടം. എന്നാൽ നമ്മുടെ കഴിവെല്ലാം നമ്മുടെ താഴെയുള്ള നമ്മുടെ ടീമിൽ വരുന്ന ആളുകളെ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കഴിവുകൾ പ്രവർത്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കും വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തവർ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ളൂ. ഇപ്പോ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇങ്ങനത്തെ വലിയ വലിയ ടീമൊക്കെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവരൊക്കെ സക്സസ് ആയത്. അപ്പൊ ബിസിനസ് ചെയ്തവരെ എന്ത് ചെയ്തിട്ടുള്ളൂ, സക്സസ് ആയിട്ടുള്ളൂ. അപ്പൊ പണ്ട് കാലത്തും ബിസിനസ് ഉണ്ട്, ഇന്നും ബിസിനസ് ഉണ്ട്. പണ്ടത്തെ പലതും ഇന്ന് ബിസിനസ് അല്ല, ഇന്നത്തെ പലതും പണ്ട് ബിസിനസ് അല്ല. എന്ന് വെച്ചാല് പണ്ട് STD ബൂത്തൊക്കെ നല്ല ബിസിനസ് ആയിരുന്നു പണ്ട് കാലത്ത്. അന്നത്തെ ബിസിനസ് ആയിരുന്നു STD ബൂത്തും കാര്യങ്ങളൊക്കെ. എന്നാൽ ജാക്ക് ഫ്രൂട്ട് നെറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ജാക്ക് ഫ്രൂട്ട് നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞ ചക്കക്കുരു. ഈ ചക്കക്കുരു പണ്ട് കാലത്ത് ബിസിനസ് ആയിരുന്നോ? അല്ല.
പക്ഷെ ഇന്ന് നമ്മുടെ യൂസുഫ് അലി സാഹിബ് അതിനൊന്ന് തേച്ച് മിനുക്കി നല്ലൊരു കുപ്പിയിലാക്കി ലുലു മാളിൽ കൊണ്ടുവച്ചപ്പോ കിലോ 900 രൂപയായി. അപ്പൊ പണ്ട് കാലത്ത് ബിസിനസ് അല്ലാത്ത പലതും ഇന്ന് ബിസിനസ് ആണ്. അപ്പൊ നമ്മള് കാലഘട്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, ബിസിനസ്സിലേക്ക് മാറണം. അപ്പോ ഈ ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത്, നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിന്റെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ ഡയറക്ട് സെല്ലിംഗ് ചെയ്ത ആളുകളോട് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകളോട് മാത്രം ചോദിക്കാന്നുള്ള. കാരണം ഇത് ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഉദാഹരണത്തിന് നമ്മൾ ഈ ഡയറക്ട് സെല്ലിംഗ് ഇപ്പൊ പുതിയ ജോയിൻ ചെയ്ത ആള് ഈ GTS ഒക്കെ കേട്ട് പ്ലാനൊക്കെ കേട്ടുങ്ങാണ്ട് നേരെ പോവാ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും മാഷ്മാരെടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ കുറച്ചൊരു നാട്ടിലെ ഒരു പ്രമാണിയായിട്ടുള്ള ആളുകൾ എടുത്തായിരിക്കും, ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ട് സെല്ലിംഗ് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എടുത്ത വഴിക്ക് അവരെന്താ പറയാ, അതൊന്നും ചെയ്യരുതിട്ടോ, അതൊക്കെ ഉടായിപ്പാണ്, എല്ലാം തട്ടിപ്പാണ്, എല്ലാം മണി ചെയിനാണെന്ന് പറയും. ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആവുകയാണ്. സംഭവം ഈ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകളോട് മാത്രം ചോദിക്കാൻ. അപ്പൊ നമ്മളെ ഐസക് ന്യൂട്ടൻ, അദ്ദേഹം പിന്നെ എന്താണ് ഗ്രാവിറ്റി കണ്ടുപിടിച്ച ആളാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു കഥ ഉണ്ട്. അതായത് ഐസക് ന്യൂട്ടന്റെ വീട്ടില് 2 മുയലിനെ വളർത്തിയിരുന്നു. 2 മുയലിനെ വളർത്തിയ സമയത്ത് ഒരു ചെറിയ മുയലും ഒരു വലിയ മുയലും. അങ്ങനെ ഈ മുയലിന് കൂടുണ്ടാക്കാൻ വേണ്ടി ഒരു ആശാരിനെ വിളിച്ചു. ആ ആശാരി വന്ന് പറഞ്ഞു, അപ്പൊ ആശാരിനോട് ഐസക് ന്യൂട്ടൻ പറഞ്ഞത്, ചെറിയ മുയലിന് പോകാൻ ഒരു ഹോളും വേണം, വലിയ മുയലിന് പോകാൻ വേറൊരു ഓട്ടയും വേണം. ഇങ്ങനെ 2 ഹോളായിട്ടാണ് വേണ്ടത്, ചെറിയ മുയലിനും വലിയ മുയലിനും. അപ്പൊ ആശാരി തിരിച്ചു ചോദിച്ചു, അതെന്തിനാ വലിയൊരൊറ്റ ഹോള് പോലെ, എന്നാ പിന്നെ അതിലൂടെ ചെറിയ മുയലും വലിയ മുയലും പോകുമല്ലോ എന്നുള്ളത്. അപ്പൊ ഐസക് ന്യൂട്ടന് ഗ്രാവിറ്റിയുടെ കാര്യത്തിൽ ഐസക് ന്യൂട്ടൻ സംഭവമാണെങ്കിലും ആശാരിയുടെ കാര്യത്തിൽ ആശാരി തന്നെയാണ് അതിൽ മികച്ച. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടി, നമ്മള് മുത്തച്ഛനോടും ചെറിയച്ഛനോടും ഈ ബിസിനസിനെ കുറിച്ച് ചോദിക്കാൻ പോകും അല്ലെ. ഈ ബിസിനസ് വന്ന് ജോയിൻ ചെയ്തിട്ട് ഈ നമ്മളെ ചെറിയച്ഛൻ അല്ലെ നമ്മുടെ കുടുംബക്കാരോട് ഈ ബിസിനസിനെ കുറിച്ച് ചോദിക്കാൻ പോവാം. അവരോട് നിങ്ങൾ അവര് വിജയിച്ച കാര്യങ്ങളിൽ ചോദിച്ചോളൂ. ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ എങ്ങനെ ടീച്ചറായി, അല്ലെങ്കിൽ എങ്ങനെ ടീച്ചറായാൽ എന്തൊക്കെ നേട്ടമുള്ളത് എന്നുള്ള കാര്യം ടീച്ചറോട് ചോദിക്കാം. മക്കള് അച്ഛനോട് അച്ഛനോടൊക്കെ ചോദിക്കാം. മക്കൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എങ്ങനെയാണെന്നുള്ള അവരോട് ചോദിക്കാം. കാരണം നമ്മൾ അവരിലൂടെയാണ് നമ്മളൊക്കെ വന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലും അവര് വിജയിച്ച കാര്യങ്ങളിലൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. എന്നാൽ കോടികൾ, ഒരു മാസം കോടികൾ എങ്ങനെ ഉണ്ടാക്കും, അതിവിടെ മുബീൻ മുഹമ്മദ് സാറോട് ചോദിക്കേ. ലക്ഷങ്ങൾ എങ്ങനെ ഉണ്ടാക്കും, അത് ഇവിടെ ഉള്ള ലീഡേഴ്സിനോട് ചോദിക്കും. മൈലേജ് സെയിൽ ചെയ്ത അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ലീഡേഴ്സിനോട് ചോദിക്കും. അവരോട് ചോദിച്ചാൽ മാത്രമേ അവരെങ്ങനെ സമ്പാദിക്കുന്നു എന്നുള്ള അറിയാൻ പറ്റും. ഇല്ലാതെ നമ്മുടെ ചെറിയച്ഛനോടും മറ്റുള്ളവരോടും പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. ഈ പിന്നെ ലക്ഷങ്ങളും മൈലേജ് സെയിൽ എങ്ങനെ, ഡയറക്ട് സെല്ലിംഗ് എങ്ങനെയും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ നമ്മുടെ നല്ലതിനല്ല കൂടുതൽ താല്പര്യപ്പെടുക. കാരണം എന്താ, നമ്മളെക്കാൾ മികച്ചതാവോ അവന് എന്നുള്ള ഒരു അസൂയ അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. 100% ആളുകളും അങ്ങനെയാണെന്നല്ല, പക്ഷെ കുറച്ചൊക്കെ ആളുകൾ അങ്ങനെയാണ്. അതൊരു കഥയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു നാട്ടില് പണ്ടൊക്കെ പട്ടണം ഗ്രാമം എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അതായത് ഇപ്പോഴാണല്ലോ എല്ലാം പട്ടണങ്ങളിലേക്ക് വന്നത്. എന്നാല് പണ്ട് ഒരു ഗ്രാമങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാള് ഒരു നാട്ടിലേക്ക് വന്നു. അങ്ങനെ ഒരു പട്ടണത്തിൽ വന്നിട്ട് ഒരു നല്ലൊരു ലൈറ്റ് കണ്ടു, അതായത് ഒരു എമർജൻസി കണ്ടു. അപ്പൊ എമർജൻസി ഇവരെ നാട്ടിലൊക്കെ എന്താന്ന് വെച്ചാല് നമ്മളെ റാന്തലിന്റെ വിളക്ക് കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു കാലം. അതായത് അങ്ങനത്തെ വിളക്കും ലൈറ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പട്ടണത്തില് ഇങ്ങനത്തെ ഒരു എമർജൻസി ലൈറ്റ് കണ്ടപ്പോ, ഇത് മണ്ണെണ്ണ വേണ്ട, ചൂടില്ല, അല്ലെങ്കിൽ കറണ്ട് പോകുമ്പോ നിൽക്കൂല, അല്ലെങ്കിൽ കാറ്റടിച്ചാൽ നിൽക്കൂല എന്ന് കണ്ടപ്പോ അദ്ദേഹം ഇതൊന്ന് വാങ്ങി അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ പിന്നെ എന്ത് ചെയ്തു, ഗ്രാമത്തിലേക്ക് പോയ സമയത്ത് ഒരു കാറ്റും മഴയും വന്നിട്ട് എല്ലാ വീടുകളിലും ലൈറ്റും കാര്യങ്ങളും ഒക്കെ അടഞ്ഞുപോയി. ഒരു വീട്ടിൽ മാത്രം എന്തുണ്ട്, ലൈറ്റ് ഉണ്ട്. അപ്പൊ ആ വീട്ടിൽ എന്താണ് ലൈറ്റ് എന്നുള്ളത് നാട്ടുകാരെല്ലാം കൂടി ചർച്ചക്ക് വന്ന് എല്ലാവരും കൂടി അവിടെ ഒത്തുകൂടിയപ്പോ ആ ആള് പറഞ്ഞത്, ഇതാണ് ഇന്ന ലൈറ്റ് ആണ്, ഇതിങ്ങനെ എമർജൻസി ആണ്. അപ്പൊ പലരും തൊട്ട് നോക്കുമ്പോൾ ഇത് ചൂടില്ല, അതുപോലെ മണ്ണെണ്ണ ഒലിക്കുന്നില്ല, കറണ്ട് കാറ്റത്ത് കിടന്നില്ല. അപ്പൊ ഇതിന്റെ നേട്ടങ്ങളൊക്കെ ഇയാൾ എങ്ങനെ പറഞ്ഞു കൊടുത്ത സമയത്ത് ഇതിലൊരു വിദ്വാൻ, ഈ നാട്ടുകാരിൽ പെട്ട ഒരു വിദ്വാൻ ചോദിച്ചു, നിങ്ങളിപ്പോ അതായത് ദൂരം ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ട് ഈ ലൈറ്റ് വാങ്ങി വന്ന് ഒന്ന് ഇതിന് പണം ചെലവാക്കിയിട്ടാണ് പോയി വന്നത്, മാത്രമല്ല ഇതിന്റെ അധ്വാനം. ഇതിനേക്കാൾ അപ്പൊ ഈ ആൾ ഉദ്ദേശിച്ച എന്താ, അതായത് ലൈറ്റ് കൊണ്ടുവന്ന ആൾ ഉദ്ദേശിച്ച എന്താ, നമ്മുടെ നാട് പുരോഗമിക്കണം, അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ ഒന്ന് പുരോഗമിക്കണം എന്നുള്ള രീതിയിലാണ് ഈ എമർജൻസി ലൈറ്റുമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഈ വിദ്വാൻ ചോദിച്ചത് എന്താ, ഈ ലൈറ്റ് ഞങ്ങളൊക്കെ ഈ ലൈറ്റ് വാങ്ങിക്കൊണ്ടുവരുന്നതിന് പകരം ഈ ലൈറ്റ് അങ്ങ് തല്ലിക്കെടുത്തി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും സമന്മാരാകുമല്ലോ എന്നുള്ളത്. അതായത് മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാക്കുന്നതിന് പകരം നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെ മറ്റുള്ളവരും എന്ന് ചിന്തിക്കുന്ന നാടാണ് ഇപ്പോഴത്തെ നാട്.
അപ്പൊ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളും ഇപ്പോ എന്താ പറയാ, പണം കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നല്ലൊരു ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ എങ്ങനെ ഒരു നല്ല കമ്പനിയെ തിരഞ്ഞെടുക്കാം? ഇഷ്ടംപോലെ കമ്പനികളുണ്ട് അല്ലെ? MILSൽ മാത്രമല്ല, ഏകദേശം ഇന്ത്യയിൽ മൊത്തം 420 സംതിങ് കമ്പനികളുണ്ട്. 400ന് പുറത്ത് കമ്പനികളുണ്ട്. ഇത്രത്തോളം ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഉണ്ടാകുമ്പോ എങ്ങനെ ഒരു നല്ല കമ്പനി തിരഞ്ഞെടുക്കാം? മിനിമം 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള കമ്പനി മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ എന്നാ. കാരണം എന്താ, അല്ലാത്ത കമ്പനികളൊക്കെ പെട്ടെന്ന് കൊഴിഞ്ഞു പോയേക്കാം. മിനിമം 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള കമ്പനികളായിരിക്കണം. പിന്നെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാനേജ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹാവീർ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ഇപ്പോ പിന്നെ നമ്മളെ ഇന്ത്യൻ റെയിൽവേക്കും അതുപോലെ കൊച്ചി ഷിപ്പാടി അവർക്കൊക്കെ ഈ നമ്മുടെ സ്റ്റീൽ സപ്ലയർ ആയിരുന്നു നമ്മുടെ പിന്നെ മഹാവീർ എന്ന് പറഞ്ഞ നമ്മളെ ഈ മാനേജ്മെന്റ്. അതായത് 25 വർഷത്തോളം MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മുടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാത്രമല്ല എല്ലാ രീതിയിലും നമ്മുടെ മാനേജ്മെന്റ് MD നെക്സസിന് പല ആളുകളും നമ്മുടെ MD കണ്ടിട്ടുണ്ടാവും. അതായത് സാധാരണക്കാർക്ക് പോലും അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ ഇനി ഹിന്ദി ആണെങ്കിൽ തമിഴ് ആണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സംസാരം. നല്ല മാനേജ്മെന്റ് ആണ്. മാത്രമല്ല പ്രവീൺ ചന്ദ്രന്റെ മകനുണ്ട് നമ്മുടെ പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി. ഏതായാലും നല്ലൊരു അടിപൊളി മാനേജ്മെന്റ് ആണ്. ഇനി ലീഡേഴ്സ് ആണെങ്കിലും നല്ല 100% നമുക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് തരുന്ന, നല്ല രീതിയിൽ നമ്മളെ എങ്ങനെ വളർത്തിക്കൊണ്ടു പോവാം എന്ന് ചിന്തിക്കുന്ന ലീഡേഴ്സ് ആണ്. ഇങ്ങനത്തെ നല്ലൊരു കമ്പനിയിലാണ് നമ്മൾ നിഖിൽ ചന്ദ്. അപ്പോ ഇങ്ങനെ നല്ലൊരു കമ്പനിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ മാനേജ്മെന്റിന്റെ കാര്യത്തിലും ലീഡേഴ്സിന്റെ കാര്യത്തിലും 100% ഓക്കെയാണ്. നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പോർട്ടബിലിറ്റി എന്നുള്ള, അതായത് നമുക്ക് കൊണ്ട് നടക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ പോർട്ടബിലിറ്റി സൗകര്യമുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഉദാഹരണത്തിന് ആട്ടയും മൈദയും, നമ്മുടെ കമ്പനി എന്തുകൊണ്ടാണ് ആട്ടയും മൈദയും ഇറക്കാത്തതെന്നുള്ള, കാരണം നമുക്ക് ഒരു 10 കിലോ ആട്ടയും 10 കിലോ മൈദയും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മിക്കവാറും അത് നമ്മുടെ തോളിലേറ്റ് കൊണ്ടുപോകാനും എന്താ പറയാ നമുക്ക് പോർട്ടബിലിറ്റി കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് ഈ കമ്പനി എന്ത് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ വലിയ എന്താ പറയാ ആട്ടയും മൈദയും അങ്ങനത്തെ ഒന്നും ഇറക്കാത്തതെന്നാണ് പറയുന്നത്. അപ്പോ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപക്ക് വെൽഹാർട്ട് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബാഗിൽ തന്നെ കൊള്ളും. അത്രക്കും എന്താ പറയാ 1 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ സുഖമാണ്. പോർട്ടബിലിറ്റി സൗകര്യം നല്ല എളുപ്പമാണ്. അതാണ് ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത. പിന്നെ ഇൻകം പ്ലാൻ. 22ഓളം ഇൻകം പ്ലാനുകൾ ഉണ്ട്. ഡയറക്ട് സെല്ലിംഗിൽ മൊത്തം 22ഓളം ഇൻകം പ്ലാൻ ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും സക്സസ് ആയ ഒരു ഇൻകം പ്ലാൻ ആണ് ബൈനറി ആൻഡ് സൺഫ്ലവർ. ഈ 2 പ്ലാനാണ് ഏറ്റവും സക്സസ് ആയ, അതായത് ബൈനറി സൺഫ്ലവർ പ്ലാൻ ആണ് സക്സസ് ആയിട്ടുള്ളത്. ബൈനറി പ്ലാൻ എന്ന് വെച്ചാല് ബൈനറി പ്ലാനിന്റെ പ്രത്യേകതയും അതിനുള്ള ഒരു എന്താ പറയാ ഒരു നഷ്ടവും അല്ലെങ്കിൽ ഒരു നെഗറ്റീവും ഞാൻ രണ്ടും പറഞ്ഞുതരാം. സൺഫ്ലവർ പ്ലാൻ നമ്മുടെ പ്ലാൻ ഏതാണെന്ന് ഞാൻ അതിനുശേഷം പറഞ്ഞുതരാം. ഒരു ബൈനറി പ്ലാനിന്റെ ടീം ഡെവലപ്മെന്റ് ചെയ്യാൻ നല്ല സുഖമാണ്. കാരണം താഴെയായിട്ട് വരുമ്പോൾ ടീം ഡെവലപ്മെന്റ് ചെയ്യാൻ നല്ല സുഖമാണ്. പക്ഷെ ഒരു സൺഫ്ലവർ പ്ലാനിനെ സംബന്ധിച്ചിടത്തോളം 6 ലെഗ് ഉണ്ടാവും. നമുക്കിപ്പോ 2 ലെഗാണ്, അതുപോലെ 6 ലെഗ് ഉണ്ടാവും. ഈ 6 ലെഗും മാച്ച് ചെയ്താലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പൊ ഇത് ടീം ഡെവലപ്മെന്റിന് പക്ഷെ നമുക്ക് എന്തുണ്ടാവും, ഈ ബൈനറി പ്ലാനിന് ഒരു സീലിംഗ് ലിമിറ്റ് ഉണ്ടാവും. മിനിമം 2,10,000 എന്നുള്ള ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ സൺഫ്ലവർ പ്ലാൻ അത് ഉണ്ടാവില്ല. അതായത് പിന്നെ സീലിംഗ് ലിമിറ്റ് ഉണ്ടാവില്ല, എത്രയും നമുക്ക് സമ്പാദിക്കാൻ പറ്റും. പക്ഷെ ടീം എന്താ പറയാ ടീം സപ്പോർട്ടോ കാര്യങ്ങളൊന്നും സൺഫ്ലവർ പ്ലാനിൽ ലഭിക്കില്ല. പക്ഷെ നമ്മളെ പ്ലാൻ ഏതാ, നമ്മുടെ ബൈനറി ഹൈബ്രിഡ് പ്ലാൻ. അതായത് ഞാൻ ഈ പറഞ്ഞ ബൈനറി ആയിട്ട് സൺഫ്ലവർ ആയിട്ട് 2 രീതിയിലും ഉപയോഗിക്കാൻ പറ്റിയ പ്ലാനാണ്. അതായത് നല്ല ടീം സപ്പോർട്ടും ഉണ്ടാക്കാം. തുടക്കത്തിൽ ബൈനറി ആയിട്ട് 2 ലെഗായിട്ട് കൊണ്ടുപോയി അവിടെ നിന്നിട്ട് സൺഫ്ലവർ ആയിട്ട് 6 ലെഗും എത്ര ലെഗ് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു പ്ലാനാണ് നമ്മുടെ പ്ലാൻ. ഇത്രക്കും നല്ലൊരു അടിപൊളി പ്ലാൻ ഉള്ള ഒരു കമ്പനി വേറെ ഇല്ല. കാരണം നല്ല പ്ലാന്, നല്ല പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം ഇപ്പോ ഈ ഒരു സൂമിൽ തന്നെ ഈ 373 ആളുകളിൽ ഒരു പിന്നെ എന്താ പറയാ എന്റെ അഭിപ്രായത്തിൽ 373 ആളുകളും ഏതെങ്കിലും ഒരു പേസ്റ്റ് എങ്കിലും ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ആളുകളായിരിക്കും.
അല്ലെ? നല്ല പ്രോഡക്റ്റ് ആണ്, സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. മറ്റുള്ള പല കമ്പനികളിലും ഞാൻ 2 ദിവസം മുന്നേ ഒരു കമ്പനിയായിട്ട് അങ്ങനെ ഒരു കമ്പനിയുള്ള ഒരാളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല്, നിങ്ങളെ കമ്പനി നല്ല അടിപൊളി കമ്പനിയൊക്കെയാണ്, നിങ്ങളെ പ്രോഡക്റ്റ് നല്ല സൂപ്പറാണ്. കാരണം എന്താ, നിങ്ങളെ പേസ്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ കമ്പനിയിൽ പേസ്റ്റ് ഇല്ല, അപ്പൊ നമ്മുടെ പേസ്റ്റ് ആണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം എന്താ, നല്ല പേസ്റ്റ് ആണ്. ഇങ്ങനെ മറ്റുള്ള കമ്പനി പോലും, അല്ലെങ്കിൽ സാധാരണക്കാർ പല ആളുകളും, ഇപ്പൊ ഞാൻ നാളെ ഒരു വീട്ടിൽ പോയ സമയത്ത് അവിടെ ഞങ്ങൾ ഈ പേസ്റ്റും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയ സമയത്ത് 2 വർഷമായി ഞാൻ പേസ്റ്റ് കാണിച്ചു കൊടുത്ത സമയത്ത് അവർ പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞ അടുക്കളത്ത് പോയിട്ട് പേസ്റ്റ് എടുത്തുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ പേസ്റ്റ്. അപ്പൊ 2 വർഷമായി ഈ പേസ്റ്റ് ആരോ കൊടുത്തിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് സ്ഥിരമായിട്ട്. ഇങ്ങനെ എല്ലാ മാസവും ഒരു സ്കൂൾ ഏതൊരു പഠിക്കുന്ന വിദ്യാർത്ഥി അവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പേസ്റ്റ് അല്ലെ നമ്മുടെ പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ, ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും റിസൾട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ആയിരക്കണക്കിന് 10,000-കണക്കിന് റിസൾട്ടുകൾ ഉമർ സാറ് എന്താ പറയാ പിന്നെ അയച്ചു തരുന്നുണ്ട്. ഉമർ സാറ് ഡെയിലി അയച്ചു തരുന്ന റിസൾട്ടുകൾ തന്നെ നോക്കുകയാണ്, ടെലഗ്രാമിൽ നോക്കുകയാണ് 1000-ന്റെ മേലെ എത്രയോ റിസൾട്ടുകളുണ്ട്. അത് എല്ലാ റിസൾട്ടും അതിൽ വരുന്നില്ല. പല റിസൾട്ടുകളും, മിക്ക റിസൾട്ടുകളും എന്താ പറയാ, ഉദാഹരണത്തിന് എന്റെ വീട്ടിലൊക്കെ എനിക്ക് ഉണ്ടാകുന്ന റിസൾട്ടുകൾ പലതും ഇപ്പൊ വീഡിയോ ആയിട്ടൊന്നും വരലില്ല. കാരണം എന്താ, അത് സ്വാഭാവികം, എല്ലാവർക്കും സ്ഥിരമായി അത് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ ഓക്കെയാണ്, മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഓക്കെയാണ്, അച്ചീവേഴ്സിന്റെ കാര്യത്തിൽ, അതായത് നല്ല പ്രോഡക്റ്റ് ആണ്, നല്ല കമ്പനിയാണ്, നല്ല മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ. ഇനി അച്ചീവേഴ്സിന്റെ കാര്യത്തിൽ ഉദാഹരണത്തിന് മുബീൻ മുഹമ്മദ് സാർ ഒരു മാസം കോടികളാണ് അദ്ദേഹത്തിന്റെ വരുമാനം. ഇനി മുബീൻ മുഹമ്മദ് സാർ അവിടെ നിൽക്കട്ടെ, അതിന്റെ താഴെയുള്ള ലീഡേഴ്സ്, ഓരോ ലീഡേഴ്സിനെ എടുത്തു നോക്കുകയാണ്, മനീഷ് സാർ എടുത്തു നോക്കുകയാണ്, ബെല്ലി സാർ എടുത്തു നോക്കും. ബെല്ലി സാർക്ക് മിനിമം 15 ലക്ഷമൊക്കെയാണ് മാസത്തിൽ വരുമാനം കിട്ടുന്നത്. അതായത് ഒരു ഐഡിയിൽ നിന്ന് 2 ഐഡികളിൽ 2-10, അതായത് 4,20,000 ആഴ്ചയിൽ കിട്ടുന്നുണ്ട് വരുമാനം. എന്നാൽ ബെല്ലി സാറെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ 4,20,000 ആഴ്ചയിൽ കിട്ടിയിട്ടും നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു ജാടയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു അഹങ്കാരോ, അതിനുള്ള ഒരു അഹങ്കാരം പോലും ഇല്ല. കാരണം നമ്മൾ ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ FSSന്റെ സമയത്ത് തന്നെ ഞങ്ങളൊരു 5-10 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പൊ FSS കഴിഞ്ഞ് സാധാരണ ഒരു വലിയ വരുമാനം അല്ലെ വലിയ ഒരു ആളെന്ന നിലയിൽ വലിയ വരുമാനമൊക്കെ വാങ്ങുന്ന ഒരാളാണെങ്കിൽ അവിടെ FSS എടുത്തിട്ട് അവർക്ക് അങ്ങ് പോവാം. അവരെന്തിനാ അവിടെ നിൽക്കേണ്ട ആവശ്യം? ബെല്ലി സാറ് അതേ സ്ഥാനത്ത് ഞങ്ങളെ മുന്നിൽ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഈ FSSൽ രാവിലെ മുതൽ അല്ലെ 10 മണി മുതൽ 2 മണി വരെ സംസാരിച്ച ബെല്ലി സാറ് വീണ്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഉപദേശം തന്നിട്ട് എന്താ പറയാ ഒരു വട്ടത്തിൽ ഇരുന്നിട്ട് ഉപദേശങ്ങൾ തരികയാണ്. അപ്പൊ ബെല്ലി സാറ്, അതുപോലെ ബിജു സാറ്, അതുപോലെ നമ്മളെ റമീ സാറ്, ഷാഹിർ സാർ, ഇവരൊക്കെ റമീ സാറൊക്കെ ഷാഹിർ സാറാണെങ്കിലും എന്താവശ്യങ്ങൾക്കും നമുക്ക് മുന്നിട്ട് വരുന്ന നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ലീഡേഴ്സാണ്. അതുപോലെ ഒക്കെ അടക്കട്ടെ എന്റെ വീട്ടിൽ തന്നെ ഉമർ സാറ് 7,000 രൂപക്ക് ശമ്പളത്തിൽ ജോലി ചെയ്ത് കൊറോണ സമയത്ത് 3,500 ആക്കി ചുരുക്കി. എന്താ പറയാ, പല സമയത്തും ഞാൻ എന്താ പറയാ ഉമർ സാറെ കഷ്ടപ്പാടുകൾ എന്റെ ഓർമ്മയുള്ള പല സമയത്തും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒക്കെ അവിടെ കണ്ടേ, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ക്ലാസ് പോകുന്ന സമയത്ത് ഞാൻ ഇപ്പനോട് പറയും, പിന്നെ ബസ്സിന് പൈസ വേണം, അല്ലെ വണ്ടിമേലാണ് പോണെന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ പൈസ വേണം, അല്ലെ ബസ്സിന് പൈസ വേണമെന്ന് പറയും. അപ്പൊ പറയും, ഓ കിഷയിലുണ്ട് എടുത്തോന്ന്. അത്രക്ക് ധൈര്യ. കാരണം എന്താ, കിഷയിലാകെ 10 റുപ്യ ഉണ്ടാവുള്ളൂ. ആ 10 റുപ്യ എടുക്കാൻ വേണ്ടി ഞാൻ എടുക്കുകയാണെങ്കിൽ 10 റുപ്യല്ലേ കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറയും, ഓ കിഷയിലുണ്ട് എടുത്തോന്ന് പറയും. പോയി നോക്കുന്ന സമയത്ത് ആകെ 10 റുപ്യ ഉണ്ടാവുള്ളൂ. ആ 10 റുപ്യ ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ 10 റുപ്യ കിട്ടും. അപ്പൊ 10 രൂപ മതിയാവില്ല. അപ്പൊ ആ 10 രൂപക്ക് പകരം ഞാൻ തൽക്കാലം എന്ത് ചെയ്യും, നാട്ടിൽ നിന്ന് ആരോടെങ്കിലും കടം വാങ്ങും. നാട്ടിൽ അങ്ങാടിയിൽ ഞങ്ങൾ ഒരു കേസ് എന്ന് പറഞ്ഞ ആളുണ്ട്, ആ ആളെ കടയിൽ നിന്ന് മിക്കവാറും കടം വാങ്ങും. എന്നിട്ട് അമ്മമാരോ ആരെങ്കിലും തരുന്ന സമയത്ത് ആ കടമല്ലേ പൈസ കൊടുത്ത് ഒഴിവാക്കലാണ്. അപ്പോ അങ്ങനെയും കഷ്ടപ്പെട്ടു, അതിലേറെ കഷ്ടപ്പാടുണ്ട്. എന്നാലും ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് എന്ന് പറയുമ്പോൾ കഷ്ടപ്പാടല്ല, അതായത് ഞാൻ അനുഭവിച്ച ഉമർ സാർ അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു 10 രൂപയുടെ ആവശ്യം പറഞ്ഞാൽ അപ്പൊ ഒരു 10 രൂപ വേണം മറ്റേ ആർക്കെങ്കിലും കൊടുക്കാനാണ് എന്തെങ്കിലും പറഞ്ഞാൽ ആ 10 രൂപയുടെ ചോദിക്കുന്ന സമയത്ത് 1000 രൂപ അയച്ചു തന്നിട്ട് ബാക്കി അവിടെ വെച്ചോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, അത്ര രീതിയിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയത് ഉമർ സാറിന് ഈ ഒരു കമ്പനി കൂടെ മാത്രം. പുറത്തുള്ള ആളുകളൊക്കെ പറയും ഉമർ സാർ നല്ല ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ കമ്പനിയിൽ ഉമർ സാർ നല്ല ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ, ഈ കമ്പനിയുടെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്ലാനിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ മാനേജ്മെന്റിന്റെ പ്രത്യേകത. പല കമ്പനികളിലും ജോലി ചെയ്ത ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന കാലഘട്ടം അല്ലേ? നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് ഒരു സമരം. കാരണം എന്താ, ശമ്പളം കിട്ടാത്തതിന്റെ പേരിലും ഇങ്ങനെ പല കമ്പനികളുടെ മുന്നിലും സമരം ചെയ്യുന്ന അവസ്ഥയില് ദിവസത്തിൽ നിങ്ങൾക്ക് വരുമാനം തരാം, ആഴ്ചയിൽ വരുമാനം തരാം, മാസത്തിൽ തരാം, 6 മാസം കൂടുമ്പോ തരാം, കൊല്ലത്തിൽ തരാം, മരിച്ചാൽ തരാം, ഇങ്ങനെ വരുമാനം തരുന്ന ഒരു കമ്പനിയും ഇന്ന് ഭൂലോകത്തിലില്ല. നോമിനേഷൻ ഫെസിലിറ്റി, ഉദാഹരണത്തിന് ഉമർ സാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഉമർ സാർക്ക് ദൈവം ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ, ഉമർ സാർ
സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ഉമർ സാർക്ക് ഇപ്പൊ ഏകദേശം മാസത്തിൽ 1.25 ലക്ഷത്തിനടുത്ത് വരുമാനം ഉണ്ടെങ്കിൽ ആ വരുമാനം ഉമർ സാറുടെ കാലഘട്ടത്തിന് ശേഷം അല്ല ഉമർ സാറെ മരണത്തിന് ശേഷം ഉമർ സാറെ ഭാര്യ കിട്ടും, അല്ലെ ഉമർ സാറെ നോമിനി ആരാണോ അവർക്ക് കിട്ടും. ഉമർ സാറെ ഭാര്യക്കാണോ ഉമർ സാറെ ഭാര്യ കിട്ടും. ഉമർ സാറെ ഭാര്യയുടെ കാലശേഷം അതാ എൻ്റെ ഉമ്മാന്റെ കാലശേഷം ഒരാൾ കൂടെ കിട്ടും. ഇങ്ങനെ ഒരു അവസരമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് ലോകത്തില്ല എന്നുള്ള. പിന്നെ കൂടുതൽ നമ്മുടെ സമയം ഏകദേശമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മളാണ് ഇതൊക്കെ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളാണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു വിഷയം, ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പല ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് ഒക്കെ ആര് വാങ്ങാനാ, അല്ലെ ഈ പ്രോഡക്റ്റ് ഇതൊക്കെ ആര് വാങ്ങാനാ, 95 ഒക്കെ ആര് വാങ്ങാനാ, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റുകളൊക്കെ ആര് വാങ്ങാനാ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഉദാഹരണത്തിന് വേറൊരു കമ്പനി, ആ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 3100 പ്രോഡക്റ്റിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 3100 ആ പ്രോഡക്റ്റുകൾ ഇഷ്ടംപോലെ ആളുകൾ വാങ്ങാനുണ്ട്. അപ്പൊ നമ്മളൊരു 95 പോയിട്ട് പല ആളുകളും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, പിന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ആര് വാങ്ങാനെന്നല്ല. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നാളെ പറഞ്ഞൊരു സംഭവം ഉണ്ട്, എലിവേഷം. ഇന്ന് ഈ സൂമിലുള്ള 370 ആളുകളിലും ഒരു 5% ആളുകളുടെ വീട്ടിൽ ചിലപ്പോൾ എലിവേഷം ഉണ്ടാവും. കാരണം എന്താ, എലിശല്യം ഉണ്ടെങ്കിൽ നമ്മൾ എലിവേഷം, പല വീട്ടിലും എലിക്കണിയായിരിക്കും, എന്നാൽ എലിവേഷം നമ്മൾ വാങ്ങൽ വളരെ കുറവാണ്, അല്ലെ? എലിവേഷം വാങ്ങലുണ്ടോ? ഇല്ല. അപ്പൊ ഒരു 90% വാങ്ങലുണ്ടാവില്ല. എന്നാൽ എലിവേഷത്തിന്റെ ടേൺ ഓവർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എലിവേഷം ഇതുവരെ എലിവേഷത്തിന്റെ ടേൺ ഓവർ അല്ലെങ്കിൽ എലിവേഷത്തിന്റെ കച്ചവടം എന്താണ് എത്ര ഉണ്ട് നോക്കി കഴിഞ്ഞാൽ ഗൂഗിളിലുണ്ട് 842 ബില്യൺ, മില്യൺ അല്ല, 842 ബില്യൺ ടേൺ ഓവർ ആണ് എലിവേഷത്തിന്റെ കച്ചവടം. അതായത് ആരും വാങ്ങാത്ത, എന്താ പറയുക, 99% ആളുകളും വാങ്ങാത്ത ഒരു പ്രോഡക്റ്റിന് 842 ബില്യൺ സെയിൽസ് അല്ലെങ്കിൽ ബില്യൺ ടേൺ ഓവർ ഉണ്ടെങ്കിൽ നമ്മുടെ പേസ്റ്റ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സോപ്പ് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ പറയാ, വീട്ടില് ഗ്യാസിന്റെ പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഒരു ശാരീരിക പ്രശ്നമില്ലാത്ത ഒരാൾ പോലും, ഒരു 5 ആൾ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ശാരീരികമായിട്ട്. എന്തെങ്കിലും ചിലപ്പോൾ 5 ആൾ 3 ആൾക്കും പ്രശ്നം തന്നെ ആയിരിക്കും. ഇത്രയും ഈ ഒരു അവസരത്തിൽ നമ്മളെ പ്രോഡക്റ്റുകൾ ചെലവാകുമോ അല്ലെങ്കിൽ വിൽക്കുമോ എന്നുള്ളത് സംശയം ഒരാൾക്കും വേണ്ട. ധൈര്യമായിട്ട് നമുക്ക് ഈ ബിസിനസ്സിലേക്ക് മുന്നോട്ട് പോകണം. ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഒറ്റ ഒരു ഉപദേശം കൂടി മാത്രമേ ഉള്ളൂ. ഇനി എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള പല ലീഡേഴ്സും ഇതിലുണ്ട്, പല ആളുകളും ഇതിലുണ്ട്. എന്നാൽ 8 മാസം കൊണ്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഈ കമ്പനിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും ബുദ്ധിമുട്ടായോ മനസ്സിൽ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കാണ്. അതുപോലെ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് റിവ്യൂ പറയാന്നുള്ളതല്ല, അതായത് റിവ്യൂവിൽ ഇപ്പോ സദക്ക സാറെ സംസാരം നന്നായിരുന്നു എന്നുള്ളത് പറയാൻ ആവശ്യമില്ല. കാരണം എന്താ, അത് നന്നായാലും ഇല്ലെങ്കിലും അത് കേൾക്കേണ്ടിയോട് കേൾക്കും. പക്ഷേ സദക്ക സാറെ സംസാരം നന്നായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇന്നു മുതൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ മൈലേഷ്യയിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ് പലരും ചിന്തിക്കേണ്ടത്, അല്ലെ പലരും മാറ്റം വരുത്തേണ്ടത്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഏതായാലും ഈ സൂമിൽ പങ്കെടുത്ത എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മലേഷ്യ.